ആ കാത്തിരിപ്പ് ഇങ്ങനെ നീളുന്നു. കഴിഞ്ഞ 20 വർഷത്തെ കാത്തിരിപ്പല്ല, ഇനിയുള്ള ഓരോ നിമിഷവും അതൊരു മണിക്കൂറുകൾ പോലെ തോന്നുന്നുണ്ടല്ലേ? അതെ ജൽസി, അത്രയധികം സന്തോഷത്തിൽ തന്നെയാണ് നാടും കുടുംബവും ഒക്കെ തന്നെയുള്ളത്. കാരണം 20 വർഷത്തെ കാത്തിരിപ്പ് നമുക്കറിയാം, അത് സഫലമാകാൻ പോകുന്നു. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ഒരുപക്ഷെ അബ്ദുറഹീം ഇവിടെ 30 കൂടി ഇറങ്ങുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആ സമയത്ത് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഏതാണ്ട് അരമണിക്കൂർ നേരമാണ് ഇങ്ങോട്ടേക്ക് യാത്ര ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കറിയാം, ഉമ്മയാണ് ഇതിൽ ഏറ്റവും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഉമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടുകാരുമുണ്ട്. കാരണം അവരുടെയൊക്കെ തന്നെ ഒരു പ്രയത്നം ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അബ്ദുറഹീം മോചിതനാവുന്നതും ഇവിടേക്ക് എത്തുന്നതും. നമുക്ക് നാട്ടുകാരോടൊക്കെ തന്നെ ചോദിക്കാം. വലിയ പ്രതീക്ഷയിലായിരുന്നു അല്ലേ? ഭയങ്കര പ്രതീക്ഷ. ഇപ്പം സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പെരുന്നാളാണ്. ഏറ്റവും വലിയ പെരുന്നാൾ. തൊട്ടടുത്ത് തന്നെ താമസിക്കും. ഇതിൻ്റെ അപ്പുറത്ത് നമ്മളെ ലോയിക്കാരനുമാണ്. ചെറുപ്പത്തില. ചെറുപ്പത്തിൽ. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ അത്രക്കും സന്തോഷം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്തൊരു സന്തോഷം ഇന്ന്. എന്തായാലും അത് തന്നെയാണ് അവർ പറയുന്നത്. എങ്ങനെയുണ്ട്? വളരെയധികം സന്തോഷം. 10-20 വർഷത്തിന് ശേഷം ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരുമിച്ച് ഗൾഫുണ്ടായി. ആ സന്തോഷം ഗൾഫിൽ നിന്ന് വിളിക്കലുണ്ട്, വീഡിയോ കോൾ ചെയ്യലുണ്ട്. അങ്ങനെ ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം കൂടുതൽ പറയാനില്ല. പെരുന്നാൾ ദിനത്തിൽ തന്നെ കാണാൻ പറ്റും. ഒരു നാടിൻ്റെ സന്തോഷം എന്നല്ല, ഒരു കേരളക്കാരൻ്റെ മൊത്തം സന്തോഷം എന്നുള്ള ഇതാണ്. കാരണം ഒരുപാട് പേര് ഉമ്മേൻ്റെ പ്രാർത്ഥനയോടൊപ്പം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വരവാണ്. അത് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ, ഈദ് എല്ലാവർക്കും ഒരു ഈദ് ഡബിളായിട്ട് ആഘോഷിക്കാനുള്ള ഒരു വകുപ്പായി. നല്ലത്. നിങ്ങളുടെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്, ഒരുമിച്ച് ഗൾഫുണ്ടായി. ഞാൻ ജിദ്ദയിലേന്, റിയാദിലേന്. ഞാൻ വിളിക്കലുണ്ട്, ജയിലിലായ ആ സമയത്ത് വിളിക്കലുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ പഠിച്ചവൻ സഹായിച്ചിട്ട് വെച്ചു. മീഡിയകളെ പങ്ക് വളരെ എടുത്ത് കാണിക്കേണ്ടത് തന്നെയാണ്. അത് ഇനി ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിംഗ് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിട്ട് തീരട്ടെ. മുമ്പ് ഒരുപാട് സങ്കടപ്പെട്ടത് ഇപ്പം ഒരുപാട് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. ഒരുപാട് സന്തോഷം തന്നെയാണ് ജൽസി നാട്ടുകാരുടെ പ്രതികരണം. കാരണം അവർക്ക് ഈ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ, അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ പെരുന്നാൾ ദിനം തന്നെയാണ് അല്ലേ? സന്തോഷം, വളരെ സന്തോഷമാണ്. ഇതുവരെ 20 കൊല്ലമായി ഉമ്മ വളരെ വിഷമത്തിലാണ്. ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി ബാദുഷ. ഇങ്ങനെ കണ്ട പ്രശ്നങ്ങളൊക്കെ ഇതിനടുത്ത് എത്തിപ്പെടുന്നതാണ്. അപ്പോൾ ഉമ്മയായിട്ട് പരിചയപ്പെട്ട 5 കൊല്ലമായി. മാസം ഇവിടെ വരാറുണ്ട്. ഈ 19-ാം തീയതി മുതൽ ഇന്ന് വരെ ദിവസം വരുത്തുന്നുണ്ട്. ഇന്ന് വരും, നാളെ വരുന്ന. അപ്പോൾ ഉമ്മ പറയുന്നത് എന്താ വെച്ചാൽ, ഉമ്മാൻ്റെ അടുത്ത വ്യക്തിയാണ് ഞാൻ വിശ്വസിക്കും മകനെ. എല്ലാവരും പറയുന്നു വരുമെന്ന്. മുപ്പത് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഈ ഫോട്ടത്തിലൊന്നും നിൽക്കുന്നില്ല. എൻ്റെ മോനെ കണ്ടിട്ട് ബാക്കി സംസാരിക്കും. ആര് വന്നാലും പ്രശ്നമില്ലാണ്. പക്ഷെ വരുന്നവർക്കെല്ലാം ചായയും വെള്ളമെല്ലാം കൊടുക്കുന്നു. വളരെ സന്തോഷമായി. ഉമ്മാൻ്റെ കണ്ണീര് ഇത്രയും ധൈര്യവസ്തി, നല്ലൊരു മനക്കരുത്ത് കൊടുത്ത ഉമ്മ വളരെ സന്തോഷമായ ഉമ്മയാണ്. ഇപ്പോൾ ഞാൻ 2 മാസം മുമ്പ് വരുന്നവരും വളരെ ദൈനിക അവസ്ഥയായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ നല്ല നല്ല സുറുസുറുപ്പുണ്ട്. ഒരു എന്തായാലും 10-20 വയസ്സ് കുറഞ്ഞ മാതിരി നല്ല സൂപ്പറാണ്. വളരെ സന്തോഷമുണ്ട്. ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, കരയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും എന്നോട് എന്നും രാവിലെ തന്നെ വരാൻ പറഞ്ഞു. അത് തന്നെയാണ് ജൽസി. കാരണം ചില നേരത്തെയൊക്കെ തന്നെ ഇപ്പോൾ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഒരു പക്ഷേ പെട്ടെന്ന് മോചിതനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ തന്നെ ഉമ്മ വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ പിന്നീട് മോചനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നീളുമ്പോൾ അത് സ്വാഭാവികമായ ഒരു ആശങ്ക അവരിലുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സാധ്യമാകുമ്പോൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഉമ്മയും കുടുംബവും നാട്ടുകാരും ഉള്ളത്. അതെ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ്. നമ്മൾ എല്ലാവരും റഹീമിനെ കാത്തിരിക്കുകയാണ്. അവരെ കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം തന്നെ നമ്മൾ നാട്ടുകാരും ലോകത്തുള്ള എല്ലാ മലയാളികളും ഏറെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ന് വലിയ പെരുന്നാളാണ്. വലിയ പെരുന്നാളിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ റഹീം ഇവിടെ എത്തിച്ചേരും. എല്ലാവരും അതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു 20 വർഷത്തിന് ശേഷം അവനെ കാണാനുള്ള ഒരു നാട്ടുകാർക്ക്, അവൻ്റെ ഉമ്മക്ക് കാണാൻ പറ്റുമെന്ന് കരുതിയിരുന്നു. അല്ല, ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ബോഷനെ പോലുള്ള ഒരാളുകൾ ഇതിലേക്കുള്ള ഒരു വൈത്തിരിവാക്കി മാറ്റി. അപ്പം ഇത് എന്തായാലും രക്ഷപ്പെട്ട് വരും തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഏതായാലും നമ്മൾ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും, നമുക്ക് കാണാൻ ഇൻഷാല്ലാ. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തന്നെ ഈ ദൂരം തന്നെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ഒരു ആകസ്മികമായിട്ടുള്ള കാര്യമാണെങ്കിലും എല്ലാവരും സന്തോഷത്തിലാണ്. ഒരുപാട് കാലമായിട്ട് ഈ ജനങ്ങൾ, പ്രത്യേകിച്ച് മലയാളികൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്.
ഇത് മലയാളികളുടെ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് പറയാനുള്ളത് മലയാളികളുടെ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകതയാണിത്. മലയാളികളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ, അതായത് മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ പോലും ഈ കുടുംബത്തിന് ഏറ്റവും അത്താണിയായി അല്ലെങ്കിൽ കുടുംബത്തിന് വലിയ പിന്തുണയോടുകൂടി രംഗത്തെത്തിയത് ഈ നാട്ടുകാർ തന്നെയാണ്. അവർ തന്നെയാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ഒഴുകി എത്തുന്നത്. ഒരു പക്ഷേ ഈ റഹീം എത്തുന്ന സമയമാകുമ്പോഴേക്ക് കുറേ കൂടി ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ നാട്ടുകാർ തന്നെയാണോ? അതെ അതെ, വലിയ സന്തോഷമുണ്ട്. ഒരുപാട് കാലം ഇത് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അല്ലാ നല്ല രീതിയിൽ ഇവിടെ എത്തട്ടെ എന്ന് കണ്ടു നല്ല സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ളതാണ് ആശംസ. തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്? അവിടെ അടുത്ത് തന്നെ താമസം. റഹീമിന് പരിചയമുണ്ടോ? അധികം പരിചയമുള്ളത് തന്നെയാണ്. സംഭവം നടത്തുമ്പോൾ അറിഞ്ഞിരുന്നു ഇനി തിരിച്ചു വരാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഇല്ല. ഇനി പിന്നാണ് എല്ലാ ഇടപെടലും നടത്തിയതിന് ശേഷമാണ് ആ ഒരു സംഭവം അറിഞ്ഞത്. എന്തായാലും എല്ലാവരും നല്ല പ്രതീക്ഷയിലാണ് കാത്തിട്ടാണ്. ഈ പെരുന്നാൾ ദിനത്തിൽ തന്നെ നടന്നത് വലിയൊരു നല്ല സന്തോഷമുണ്ട്. യാത്ര അയക്കണമെന്ന് ഞാനൊക്കെ ഉണ്ട് ഇവിടെ പോകണമെന്ന്. പിന്നെ എപ്പോഴാണ് ഇപ്പോഴാണ് കാണാൻ പറ്റുക? വന്നാൽ സുഹൃത്തായിരുന്നു. ഒരുപാടായില്ല, 20 വർഷമായില്ല. അതിന് മുന്നേ പോയതിനു ശേഷം വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, പിന്നെ ഇപ്പോൾ പോയി ഒരു മാസമായപ്പോൾ തന്നെ ആള് അല്ലേ ഒരു മാസം സമയമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ വിഷയം നടന്ന ജയിലിൽ കയറിയില്ല. എന്തായാലും സുഹൃത്തുക്കളായിരുന്നവരാണ്. അവർ ചെറിയ പ്രായത്തിലാണ് റഹീമുമായി ബന്ധമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മോചിതനാകുമ്പോൾ വലിയ സന്തോഷമാണ് അവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷമായില്ല? ഇൻഷാല്ലാ നല്ലപോലെ വരട്ടെ. വന്നിട്ട് നമുക്ക് പരിചയം ഉണ്ടായിരുന്നു ഇവിടുന്ന്? നമ്മൾ ഇവിടെ അടുത്ത് തന്നെ വീട്. ഇൻഷാല്ലാ ഇവിടെ എത്തട്ടെ. എത്തിയിട്ട് ആ പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരൊക്കെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ റഹീമിൻ്റെ വീടിൻ്റെ, അത് കോടമ്പുഴയിലെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അവിടെ പിന്നെ നമസ്കാരം കഴിഞ്ഞ് നിരവധിയായ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ റഹീം അല്പസമയത്തിനുള്ളിൽ ഈ വിമാനത്താവളത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് കുറേ കൂടി ആളുകൾ ഈ നാടൊന്നടക്കം ഇങ്ങോട്ടേക്ക് എത്തി റഹീമിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ, അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ വീട്ടിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. വീട്ടിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വന്നവർക്ക് കൊടുക്കാൻ ചായയും പലഹാരവും ആ രീതിയിലുള്ള എല്ലാ സൽക്കരിക്കാനുള്ള ഒരുക്കങ്ങൾ പോലും വീട്ടിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ, അതായത് പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ അടുത്ത ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തി. അതിനുശേഷമാണ് ഇപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് നാട്ടുകാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമായില്ലേ? വളരെ സന്തോഷമായി. കുറേ കാലമായിട്ട് നമ്മളൊക്കെ ഒരു ചങ്ങാതിയായിട്ട് വരും. ഡ്രൈവറായിട്ട് പോയി ഞാൻ ഇവിടെ വളരെയധികം സന്തോഷം. ഞാൻ ഡ്രൈവറാണ്. വളരെ സന്തോഷമുണ്ട്. പരിചയമുണ്ട്. ഞാനും വണ്ടിയിലാണ്, അവർ എത്തിങ്ങാൻ്റെ വണ്ടിയിലായിട്ട് പോയതാണ്. അപ്പം കുറേ ആയിട്ട് ഇങ്ങനെ ഇത് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പെരുന്നാളായ ദിവസം വന്നതിന്.